ആവശ്യത്തിന് പദ്ധതിയും പണവും നിയമവും ഉണ്ടെങ്കിലും സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അനുദിനം വർദ്ധിച്ചു വരികയാണ്. 2023 മാത്രം സ്ത്രീകൾക്കെതിരായ അതിക്രമവുമായി ബന്ധപ്പെട്ട 18,976 കേസുകളാണ് പോലീസ് ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തത്. പീഡന ബലാത്സംഗ കേസുകളാണ് ഇവയിൽ ഏറ്റവും കൂടുതൽ. സ്ത്രീകൾക്കെതിരായുള്ള അക്രമം തടയുന്നതിനും സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ഇത്തരം അക്രമം നടത്തുന്നവർക്കെതിരെ ശക്തമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. സ്ത്രീയെ രണ്ടാംകിട പൗരയായും കാഴ്ചവസ്തുവായും കാണുന്ന കാഴ്ചപ്പാടുകൾക്കെതിരെയുള്ള ബോധവൽക്കരണവും ഇതോടൊപ്പം ഉയർത്തിക്കൊണ്ടുവരാനാണ് സർക്കാർ പരിശ്രമിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ സ്ത്രീ സുരക്ഷയെപ്പറ്റി വാതോരാതെ പറയുകയാണ് മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമെല്ലാം തന്നെ. പക്ഷേ ഈ പ്രഖ്യാപിക്കുന്ന പദ്ധതികളൊക്കെ പ്രായോഗിക തലത്തിൽ എത്തുന്നുണ്ടോ? ഇല്ല എന്നാണ് പോലീസ് പുറത്തുവിടുന്ന ഔദ്യോഗിക കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളുടെ കണക്കുകൾ അത് പോലീസ് തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടതാണ്. ഈ വനിതാ ദിനത്തിൽ ആ കണക്കുകളൊന്ന് നമുക്ക് പരിശോധിക്കാം. 4675 പീഡന കേസുകൾ, 2649 ബലാത്സംഗ കേസുകൾ, ഭർത്തൃവീട്ടിലെ പീഡനത്തിന് 4711 കേസുകളും ഉൾപ്പെടെ 12976 കേസുകൾ കഴിഞ്ഞ ഒരു വർഷം മാത്രം കേരളത്തിൽ രജിസ്റ്റർ ചെയ്തുവെന്നാണ് പോലീസിന്റെ ഔദ്യോഗിക കണക്കുകൾ അടിവരയിട്ട് പറയുന്നത്. റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ ഓരോ വർഷവും കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. 2020 12659 കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. 2021 ആയപ്പോൾ അത് 16,199 കേസുകളായി. 2022 18,940 കേസുകളായി അത് ഉയർന്നു. അതേസമയം 2024 തുടങ്ങി ആദ്യ ഒരു മാസത്തിനുള്ളിൽ 1476 കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ഒരുപാട് പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു, കോടികൾ ചിലവഴിക്കുന്നു. പക്ഷേ അതൊക്കെ വെറും വെള്ളാനയായി മാറുന്നു എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. തൊഴിലിടത്തിലും പൊതുവഴിയിലും വീടിനുള്ളിലും സ്ത്രീകൾക്ക് അരക്ഷിതമായ അവസ്ഥ, ഏതു സമയവും ആക്രമിക്കപ്പെടാവുന്ന അവസ്ഥ. സർക്കാർ ആശുപത്രിയിൽ വെച്ച് കൊല്ലപ്പെട്ട് കേരളത്തിന്റെ കണ്ണീറായി മാറിയ ഡോക്ടർ വന്ദനാദാസിന്റെ കുടുംബത്തോട് പോലും സർക്കാർ ഇതുവരെ നീതി കാണിക്കുന്നില്ല എന്നതും ഇതിനോട് ചേർത്ത് വായിക്കാം. CBI എൻക്വയറി ഉണ്ടെങ്കിലേ ഉള്ളൂ അതിനകത്ത് വേറൊരു ഏജൻസി. ഇപ്പോൾ ഇവിടെ ഒരു ഏജൻസി അന്വേഷിച്ചാലും ഈ പറഞ്ഞേക്കുന്ന ഇതല്ലേ ഉള്ളൂ പോലീസ് അന്വേഷിക്കുന്നത്. സർക്കാരിനൊരു ബുദ്ധിമുട്ട് വരുന്ന കേസുകൾ ഇതൊന്നും വരുന്നില്ല. കോടതി തന്നെ പല പ്രാവശ്യം ചോദിച്ചു, ആദ്യമൊക്കെ പല ജഡ്ജിമാരും ചോദിച്ചു എന്തിനാണ് സർക്കാർ ഇതിനെ എതിർക്കുന്നത്. വനിതാ ദിനം സർക്കാർ പ്രൗഢമായി ആഘോഷിക്കും, പ്രഖ്യാപനങ്ങളും നടത്തും. അതിനപ്പുറം ആത്മാർത്ഥമായ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അരുൺ കൊടുങ്ങൂർ, ജനം, കോഴിക്കോട്.